നമുക്ക് കൂത്താട്ടുകുളത്തേക്കൊന്ന് പോകാം. കൂത്താട്ടുകുളം നഗരസഭയിൽ വീണ്ടും അവിശ്വാസ പ്രമേയ ചർച്ച. CPM-ന് ഭരണം നഷ്ടപ്പെടാൻ സാധ്യത. UDF നൽകിയ നോട്ടീസ് അല്പസമയത്തിനകം ചർച്ച ചെയ്യും. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുമെന്ന് CPM-മായി ഇടഞ്ഞ് UDF പക്ഷത്ത് നിൽക്കുന്ന കൗൺസിലർ കലാരാജു പറഞ്ഞു. പാർട്ടി വിപ്പ് തന്നിട്ടില്ലെന്നും അയോഗ്യതയെ ഭയക്കുന്നില്ലെന്നും നിയമപ്രശ്നമുണ്ടെങ്കിൽ നേരിടുമെന്നും കലാരാജു പറഞ്ഞു. 6 മാസം മുൻപ് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് UDF അംഗങ്ങൾക്കൊപ്പമെത്തിയ കലാരാജുവിനെ CPM അംഗങ്ങളും നേതാക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് വിവാദമായിരുന്നു. നമുക്ക് പ്രതികരണം കേൾക്കാം. നിലപാട് നിങ്ങൾക്കറിയാമല്ലോ. അന്നത്തെ സംഭവത്തിൽ പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ഞാൻ ചെയ്തിരിക്കും. അതായത് വോട്ട് ചെയ്യും. അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യും. ഇപ്പൊ കിട്ടിയില്ല. ലംഘിച്ചു കഴിഞ്ഞാൽ നിയമപ്രശ്നം വരില്ല. പിന്നീട് അതിനെ ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് കലാരാജു പറയുന്നത്. അർജുൻ മട്ടന്നൂർ, കലാരാജു എത്തിക്കഴിഞ്ഞു. UDF-ൽ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടരുകയാണ്. കലാരാജു, നിശ്ചയമായും LDF-നെതിരായിട്ട് വോട്ട് ചെയ്യുമെന്ന സൂചനയല്ലേ? വിപ്പ് കിട്ടിയിട്ടില്ല, ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നതിലൂടെ നൽകുന്നത് അർജുൻ മട്ടന്നൂർ. അങ്ങനെ LDF-ന് ഭരണം നഷ്ടമാകാനുള്ള സാധ്യതയല്ലേ തെളിയുന്നത്? ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ കൂത്താട്ടുകുളം നഗരസഭ LDF-ന് നഷ്ടമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPIM അംഗമായ കലാരാജു UDF-ന്റെ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഴുവൻ അംഗങ്ങൾക്കും വിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് LDF നേതൃത്വം പറയുന്നത്. പക്ഷേ വിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് കലാരാജു നിലപാട് എടുക്കുന്നുണ്ട്. എന്തായാലും 11 മണിക്ക് തന്നെ പ്രമേയത്തിലുള്ള ചർച്ച ആരംഭിക്കും. 25 അംഗ നഗരസഭയിൽ LDF-ന് 13 അംഗങ്ങളാണ് ഉള്ളത്. ഒരു സ്വതന്ത്രനടക്കം 12 പേരാണ് UDF പക്ഷത്തുള്ളത്. അതിനിടയിലാണ് കലാരാജു CPM-മായി ഇടഞ്ഞ UDF-നൊപ്പം ചേർന്നത്. കലാരാജു UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ അവിശ്വാസിക്കും അദ്ദേഹത്തിന് ഭരണം അപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ 6 മാസം മുമ്പാണ് അവസാനമായി അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് ഉണ്ടായത്. അന്ന് കലാരാജു UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയെന്നാരോപിച്ചുകൊണ്ട് LDF-ന്റെ നേതാക്കളും CPIM പ്രവർത്തകരും ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം UDF പക്ഷത്ത് തന്നെയാണ് കലാരാജു നിലയുറപ്പിച്ചിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്നത്. നേരത്തെ കോടതിയടക്കം സമീപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കലാരാജുവും ഒപ്പം സ്വതന്ത്ര കൗൺസിലറായ സുനിലും പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകുകയും ചെയ്തിരുന്നു. ഈ പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ഇരുവരും കൂത്താട്ടുകുളം നഗരസഭയിലേക്ക് എത്തിയത്. രാവിലെ നടക്കാൻ പോകുന്നത് ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയമാണ്. വിജയ ശിവനെതിരായ അവിശ്വാസ പ്രമേയമാണ് രാവിലെ നടക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാനായ സണ്ണി കുര്യാക്കോസിനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയും നടക്കും. എന്തായാലും ഈ 2 അവിശ്വാസ പ്രമേയവും വിജയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF നേതൃത്വമുള്ളത്. അരുൺകുമാർ, താങ്ക് യു. അപ്പോൾ CPM-ന് ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കൂത്താട്ടുകുളം നഗരസഭയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. കലാരാജു എതിർത്ത് വോട്ട് ചെയ്യും.